ഒരുപാട് ടിക്കറ്റ് ഉണ്ടല്ലോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നെറ്റ്സോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ഔട്ട് ആണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞാനും ബസുവും ആര്യയും കൂടി പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ജാനുവില്ല, കാരണം ജാനുവിന്റെ ഉറങ്ങുന്ന സമയമാണ് ഈ ഉച്ച എന്നൊക്കെ പറയുമ്പോൾ ഒരു 2 മണി 3 മണി ടൈം. ആ സമയത്ത് ജാനുവിനെ പുറത്തോട്ട് വന്നാൽ പുള്ളിക്കാരി ഭയങ്കര മൂടോട്ടായിരിക്കും. അപ്പൊ ജാനുവിനെ നമ്മൾ മമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പുറത്തോട്ട് ചാടിയത്. സോറി ജാനു. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ലുലു മാളിന്റെ പാർക്കിങ്ങിന്റെ അവിടെയാണ്. പാർക്കിങ്ങിലോട്ട് കയറിയില്ല, ഒരു വലിയൊരു ക്യൂ. ഇതിന്റെ പുറകിലൊക്കെ ഇഷ്ടംപോലെ വണ്ടി, ഇത് ഫ്രണ്ടിൽ ഇഷ്ടംപോലെ വണ്ടി. അപ്പൊ വിചാരിച്ചു എന്തായാലും എന്താണ് ചുമയാണോ ചുമ. അപ്പൊ വിചാരിച്ചു എന്തായാലും ഞാൻ പറയട്ടെ. അപ്പൊ വിചാരിച്ചു എന്തായാലും ഇൻട്രോ എടുത്ത് കളയാന്ന്. കാരണം ഒരു 15ഓളം മിനിറ്റ് ആയത് ആ വണ്ടി അനങ്ങുന്നില്ല, ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. മണി ഇപ്പൊ 3:30 അതെ, വസു പറഞ്ഞതുപോലെ വസുവിനെ ഫണ്ടൂറയിലോട്ട് കൊണ്ടുപോയാണ്. ഒരുപാട് നാളായി ഫണ്ടൂറ പോയിട്ട്. വെക്കേഷനും കൂടി അല്ലേ, അതുകൊണ്ട് പോകാന്ന് വിചാരിച്ചു. പിന്നെ ഇനി ഒരാഴ്ചയും കൂടി ഉള്ളു വെക്കേഷൻ തീരാനായിട്ട്. അത് കഴിഞ്ഞ് സ്കൂൾ തുറക്കും. പിന്നെ ഓക്കെ 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 ഓ ശരി ശരി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മേടിക്കാനുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് കാര്യങ്ങൾ അന്ന് ഒരാഴ്ചക്ക് മുന്നേ മേടിച്ചായിരുന്നു. നമ്മുടെ പോലീസ് സഹകരണ സംഘത്തിന്റെ ഒരു മേള നടക്കുന്നുണ്ട്. അപ്പൊ പറ്റുമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നേരെ ഇനി അങ്ങോട്ട് പോകണം. അതിന്റെ ഇടയിൽ വസുവിനെ ഡാൻസ് ആണല്ലോ, ഡ്രോയിങ് ക്ലാസ് ചേർക്കണം. വീട്ടിലാണോ ഇത്? അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് സ്ലോട്ട് കിട്ടി. ആ വണ്ടി പാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വസുവിന്റെ ബുക്കുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു. പുതിയ ബോക്സും അല്ലേ വസു, എന്തൊക്കെ മേടിച്ചു? പൗച്ച് മേടിച്ചു, റബ്ബർ, ഇറേസർ, ഷാർപ്പനർ. വെള്ള കളർ ഒറ്റക്കിരിക്കട്ടെ. അപ്പൊ നമ്മളടുത്ത് വെച്ചപ്പോ അമ്മ പറഞ്ഞത് വെള്ളക്ക് ഒറ്റക്കിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. എന്നിട്ട് അത് അടച്ചിട്ട് നമ്മള് അമ്മ ബാക്കിൽ വായിച്ചു നോക്കിയപ്പോ ഇറേസർ അതിനകത്തുണ്ടെന്ന്. പ്ലാസ്റ്റിക് ക്രയോൺസ് അല്ലേ? പ്ലാസ്റ്റിക് ക്രയോൺസ് മേടിച്ച കഥയാണ് പറയുന്നത്. ശരി ശരി. ഓക്കെ, അങ്ങനെ അന്ന് കുറച്ച് സാധനങ്ങളെ മേടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ബാക്കി സാധനങ്ങള് നോട്ട്ബുക്കൊക്കെ നമുക്ക് ഇന്ന് പറ്റുമെങ്കിൽ മേടിക്കണം. സമയം ഇപ്പൊ തന്നെ 3:30. 7 മണിക്ക് വസുവിന് ഡ്രോയിങ് ക്ലാസ് ഉണ്ട്. അപ്പൊ ടീച്ചറിന് അങ്ങോട്ടും പോകേണ്ടി വരും. അങ്ങനെ എല്ലാം കൂടി ഇന്ന് നടക്കുമെന്ന് അറിയില്ല. പിന്നെ എന്റെ പുതിയ ലുക്ക്, താടിയൊക്കെ കളഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ട്? കമന്റ് ചെയ്യൂ. ഓക്കെ ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ലുലു മാളിൽ നമ്മൾ വേറൊരു സാധനം കൂടി ട്രൈ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ആര്യക്ക് ഞാനൊരു കാര്യം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ആര്യ എന്താണ്? യെസ്, ഐസ്ക്രീം അല്ല, ഫ്രോസൺ യോഗേർട്ട് നമ്മളിന്ന് ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ആര്യ ഇതുവരെ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഞാനും കഴിച്ചിട്ടില്ല, വസുവും കഴിച്ചിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഫ്രോസൺ യോഗേർട്ട് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഫ്രോയോലാൻഡിലോട്ടാണ്. മൈ ഫ്രോയോലാൻഡ്, അവരുടെ കേരളത്തിലെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് നമ്മുടെ ലുലു മാളിലുണ്ട്. അപ്പൊ ഞങ്ങൾ കരുതി എന്തായാലും ട്രൈ ചെയ്യാന്ന്. അതിനെ പറ്റിയിട്ട് ഒരുപാട് നല്ല റിവ്യൂസ് കേട്ടു. പിന്നെ ഞാൻ ഈ കാര്യം ഒന്ന് പറഞ്ഞ് തീർന്നോട്ട്. എന്നിട്ട് ഈ കാര്യം, അതെ, ഫണ്ടൂറയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഫണ്ടൂറയിൽ വസുവിനെ കയറ്റിയിരിക്കും. പാവം ഞാനും അവിടെ കിടന്ന് ഉറങ്ങിയായിരിക്കും ഇപ്പൊ. ഓക്കെ, അപ്പൊ വീണ്ടും ഞാൻ ഫ്രോസൺ യോഗേർട്ടിന്റെ കേസിലോട്ട് വരാം. അപ്പൊ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഫ്രോസൺ യോഗേർട്ട്. ഡയറ്റ് ചെയ്യുന്നവരും ഇപ്പൊ ജിമ്മിൽ പോകുന്നവരും, നിങ്ങൾക്ക് ഷുഗർ കട്ട് ചെയ്യുന്നവരാണെങ്കിലും പോട്ടെ, ഷുഗർ ഒക്കെ ഉള്ളവർക്കും അല്ലെങ്കിൽ ഡയബറ്റീസ് പേഷ്യൻസിനും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഫ്രോസൺ യോഗേർട്ട്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ട്രൈ ചെയ്യാന്ന്. എന്ന് പറഞ്ഞ് എനിക്ക് ഡയബറ്റീസ് ഒന്നുമില്ല, ഷുഗർ കട്ടാണ് കേട്ടോ. ഞാൻ ഇപ്പൊ ഷുഗർ കട്ട് ചെയ്യാണ്. മാറ്റമൊക്കെ ഉണ്ടോ അല്ലേ? ആരെയും ഷുഗർ കട്ടല്ലേ? ഓക്കെ, എനിവേ നമ്മൾ ഇന്നത് ട്രൈ ചെയ്യുന്നതായിരിക്കും. ട്രൈ ചെയ്തിട്ട് എന്റെ റിവ്യൂ നമ്മുടെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ ഫസ്റ്റ് നമ്മൾ എവിടെ പോകും ബസു? ഫണ്ടൂറയിലോട്ട്. വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട്. ഇവിടുത്തെ എല്ലാ ചെയർസും ഫിൽഡ് ആണ്. പാർക്കിംഗ് തന്നെ കിട്ടാൻ നല്ല കഷ്ടപ്പെട്ടു.
നല്ല ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 600 പേ ചെയ്താൽ 600 കിട്ടും, 1000 പേ ചെയ്താൽ 1200 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ്. നമുക്ക് ഓൾറെഡി ഒരു കാർഡുണ്ട് ഫണ്ടൂറയുടെ. ബസ് ഗിയറൊക്കെ മാറ്റാണ്. പോട്ടെ പോട്ടെ, ആക്സിലേറ്റർ ഓർഡാ, ബ്രേക്ക് വിട്ടിട്ട്. ഒരുപാട് ടിക്കറ്റ് ഉണ്ടല്ലോ. താഴെ നിർത്തരുത്, താഴെ നിർത്തരുത്. താഴെ നിർത്തരുത് മക്കളെ. രണ്ട് കൈ കൊണ്ട് എടുത്തിട്ട്. ബസ് ഫണ്ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു? 244. യെസ്, 244 പോയിന്റ്സ് കിട്ടി ബസ്സുവിന്. അതാണ്, നമുക്ക് റിഡീം ചെയ്യാനൊന്നും പറ്റൂല. അങ്ങനെ ഫണ്ടൂറ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഫ്രോയോ ലാൻഡിലോട്ടാണ്, മൈ ഫ്രോയോ ലാൻഡ്. അവിടെ നിന്ന് ഫ്രോസൺ യോഗട്ട് അടിക്കാനാണ് പോകുന്നത്. പോവാം നമുക്ക്. കണ്ടില്ല, ഇപ്പൊ കണ്ടല്ലോ. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ബാ. ഇതാണ് മൈ ഫ്രോയോ ലാൻഡ്. ഇവിടെ സെൽഫ് സർവീസ് ആണ്. ഇവിടെ വാട്ടർമെലൻ്റെ ഫ്ലേവർ ഉണ്ട്, കോഫിയുടെ ഫ്ലേവർ ഉണ്ട്, നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. പിന്നെ കേക്ക് ബാറ്റർ ഉണ്ട്, ബ്ലൂബെറി, സ്ട്രോബെറി, പ്ലം കേക്ക്, കുക്കീസ് ആൻഡ് ക്രീം, പ്യുവർ ചോക്ലേറ്റ്. ഇവരുടെ ഏറ്റവും മൂവ്മെൻ്റ് ഉള്ള ഐറ്റം എന്ന് പറയുന്നത് കുക്കീസ് ആൻഡ് ക്രീമും ബ്ലൂബെറിയും ആണ്. വീക്ക്ലി ഇവർ ഫ്ലേവേഴ്സ് മാറ്റിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ടോപ്പിങ്സ് ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്, ടൂട്ടി ഫ്രൂട്ടി, സോർ പങ്ക്, സ്ട്രോബെറി, റെഡ് ചെറി, റാസ്ബെറി, ബ്ലൂബെറി, പിന്നെ റെഡ് വെൽവെറ്റിൻ്റെ ബ്രൗണിയുടെ ഇത് ചെറി വെച്ചിട്ടുണ്ട്, ആൽമണ്ട് വെച്ചിട്ടുണ്ട്, ഫ്രഷ് മാംഗോ വെച്ചിട്ടുണ്ട്, ഓറിയോയുടെ വെച്ചിട്ടുണ്ട് ഡസ്റ്റ്. യെസ്, ഇതൊക്കെ ടോപ്പിംഗ് സൈഡാണ് വരുന്നത്. വാനില റൈസ് ക്രഞ്ച്, ചോക്കോ റൈസ് ക്രഞ്ച്, ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് വെച്ചിട്ടുണ്ട്, മാഷ്മെല്ലോ വെച്ചിട്ടുണ്ട്. ഒരുപാട് ടോപ്പിങ്സ് വരുന്നുണ്ട്. മാംഗോ ബോൾസ്, ബട്ടർ സ്കോച്ച് ചിപ്സ്, പിന്നെ നട്രല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് നട്രല്ല ആഡ് ചെയ്യാം. വെയ്റ്റിനാണ് ഇവിടെ റേറ്റ് വരുന്നത്. സെൽഫ് സർവീസ് ആണ്. നിങ്ങളത് ഇതുപോലൊരു കപ്പ് എടുക്കുക. ഇവിടെ നിന്ന് കപ്പ് എടുത്തിട്ട് അവിടെ നിന്ന് ഫ്രോസൺ യോഗട്ട് എടുക്കുക, എന്നിട്ട് ടോപ്പിങ്സ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് വെയിറ്റ് നോക്കുക. വെയിറ്റ് നോക്കിയിട്ട് വെയിറ്റിനനുസരിച്ചാണ് റേറ്റ്.
എങ്ങനെയാണ് വെയിറ്റിന് റേറ്റ് എങ്ങനെയാണ്? പെർ ഗ്രാം 1.25. ഓക്കെ, രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. നമുക്കെടുക്കാം. അങ്ങനെ നമ്മൾ 2 കപ്പ് മിക്സ് ചെയ്തെടുത്തു. ഇതിൽ ബ്ലൂബെറി കപ്പ് കേക്ക് ആൻഡ് സ്ട്രോബെറി ഫ്ലേവറാണ്. ചോക്കോസ് ചിക്കൻ, പിന്നെ ടോപ്പിങ്സ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഫ്രഷ് ഫ്രൂട്ട്സും വരുന്നുണ്ട് ഇവർക്ക് ടോപ്പിങ്സ് ആയിട്ട് ഇടാനായിട്ട്. ഇതിനകത്ത് വസുവിൻ്റെ കപ്പിൽ നോക്കിയാൽ ഇതിനകത്തുള്ള എല്ലാ ടോപ്പിങ്സും ഉണ്ട്. മാംഗോ ബോൾസ് ഉണ്ട്, പിന്നെ ഫ്രഷ് മാംഗോ ഉണ്ട്, ചോക്കോ ബോൾസ് ഉണ്ട്. വസു ഏതാ ചോക്ലേറ്റ് ഫ്ലേവർ അല്ലേ? ചോക്ലേറ്റും പിന്നെ കുക്കീസ് ആൻഡ് ക്രീമാണ് എടുത്തത്. എങ്ങനെയുണ്ട്? ഐസ്ക്രീമിനെ കാട്ടിക്കൊള്ളാമോ? അതെ. എനിവേ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഐസ്ക്രീമിനെ കാട്ടിയും ഫാർ ഹെൽത്തിയാണിത്. നല്ല ഹെൽത്തിയാണ്. ഡയബറ്റീസ് ഉള്ളവരും ഡയറ്റ് ചെയ്യുന്നവരും എല്ലാവരും വന്നത് ട്രൈ ചെയ്യുക. സ്പോട്ട് ഇതാകണ്ടില്ലേ, നമ്മുടെ ലുലു മാൾ കഫറ്റീരിയയുടെ കറക്റ്റ് സെൻറ്ററാണ് വരുന്നത് ഫ്രോയോ ലാൻഡ്. യോഗോട്ടൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഹൈപ്പർ മാർക്കറ്റൊക്കെ കറങ്ങി പോലീസ് അന്നസംഘം നടത്തുന്ന സ്കൂൾ ബസ്സാലോട്ട് ഞങ്ങൾ പോയി. അവിടെ വസുവിന് കുറച്ച് സ്കൂൾ ഐറ്റംസൊക്കെ മേടിച്ചു. പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി വ്ളോഗ്. ഇത് കുറച്ച് താമസിച്ചുപോയി എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട്. സ്കൂൾ തുറക്കുന്ന സമയത്ത് എടുത്ത വ്ളോഗാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.